നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ടനായി വന്നവനെ. നിങ്ങളുടെ ലവ് സ്റ്റോറിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഏത് പാട്ടായിരിക്കും നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നത്? നമ്മുടെ ഇന്ന് നിന്റെ മൈഡിയുള്ള പാട്ടില്ലേ? പാടച്ച പെണ്ണെ മുക്കത്തെ മണ്ണിലായി പിറന്ന പെണ്ണെ. നേരത്തെ മതത്തിന്റെ സീൻ പറഞ്ഞല്ലോ, പക്ഷെ അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഇപ്പൊ അങ്ങനെ വലിയ സീനില്ലല്ലോ. നമ്മുടെ ഫാമിലി ഭാഗ്യത്തിന് നമുക്ക് രണ്ടുപേരും ഭയങ്കരമായിട്ട് നമ്മുടെ കൂടെ നിന്ന് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച ഒരു കല്യാണമായിരുന്നു നമ്മുടെ. നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ, നമുക്ക് ഒരു പ്രശ്നമില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ക്. വേറെ ആൾക്കാർക്ക് പ്രശ്നമുള്ളതൊക്കെ. ഫസ്റ്റ് നമുക്ക് ഹേയ് ബനാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതിന്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. ഏയ് ബനാനെ ഒരു പൂ തരാമോ, ഏയ് ബനാനെ ഒരു കായ് തരാമോ, പൂ കൊടുക്കാനതിനാൽ വരണ്ടേ, ആളിരുന്നാൽ കയ്യിൽ കായ് വരണ്ടേ. കേടെ പാട്ട് കേട്ടില്ല, അപ്പൊ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അമരനിൽ പാടിയെന്ന് പറഞ്ഞു. വലിയൊരു സിനിമയാണ്, അപ്പൊ അതിൽ ക്ലൈമാക്സ് സോങ് അത് ഹിന്ദിയിലും മലയാളത്തിലും തമിഴിലും ഞാൻ പാടി. വാനേ വാനേ കാലൈ വാനേ ഉന്നൈ പാർത്തേ കൈயை നീട്ടും. ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. നമ്മൾ കുറേ നാളത്തെ ഫോളോ അപ്പിന് ശേഷം ആണ് ഇന്നത്തെ ഗസ്റ്റ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ വരൂ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരാണെങ്കിൽ ഭയങ്കര ബിസി ആയിരുന്നു. ഞങ്ങൾ ഫൈനലി ഒരു ഡേ ഫ്രീ ആയപ്പോൾ ഞങ്ങൾ പിടിച്ച പിടിയാൽ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള രണ്ട് കപ്പിൾസ് ആണ്, സിംഗേഴ്സ് ആണ്. ഓൾറെഡി എല്ലാവർക്കും അറിയാം. ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ഷിക്ക ആൻഡ് ഫൈസൽ. ഗൈസ്, ആക്ച്വലി ചെറുതായിട്ടൊന്ന് പാളിയാവുമ്പോ ഞങ്ങളൊന്ന് റീടേക്ക് എടുത്തു. അപ്പൊ നിങ്ങൾ ഞാൻ സത്യം മാത്രം പറയാം. ഓക്കെ, നമ്മുടെ ആദ്യം തന്നെ നിങ്ങളുടെ സ്റ്റൈലിഷ് കപ്പിൾ എന്ന് പറയല്ലോ. അല്ല, സത്യമായിട്ടും ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ആക്ച്വലി ഈ സ്റ്റേജ് ഷോ ഒക്കെ കാണുമ്പോൾ തന്നെ ഷിക്ക ചേച്ചി മുടി വെട്ടിയതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര വേറെ തന്നെ ഒരു ലുക്ക്. എനിക്ക് ഈ ലുക്കാ കൂടുതൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. അല്ലേ, എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു മുടി വെട്ടിയതിനു ശേഷം ഒരു 1.5 കൊല്ലം 2 കൊല്ലം ആയപ്പോ ആള് പിന്നെ വളർത്തി തുടങ്ങി കുറച്ചൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഷോർട്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടം. എന്നിട്ട് ഈ അടുത്ത് വന്നിട്ട് ആള് വീണ്ടും ഷോർട്ടാക്കി. പക്ഷെ നല്ല ലുക്കാ. എന്ന് വെച്ചാലേ നമ്മളിങ്ങനെ ഒരു കോട്ട് എന്തോ ഇല്ലേ, ഗേൾസ് മുടി ഷോർട്ടാക്കാൻ തീരുമാനിച്ച പിന്നെ ലൈഫ് അങ്ങ് ചേഞ്ച് ആവുന്നൊക്കെ. അങ്ങനെയുണ്ട് കേട്ടിട്ടില്ല? ശരിക്കും ഉണ്ട്. കേട്ടവരുടെ കമന്റ് ചെയ്യണം. അങ്ങനല്ല, ചുമ്മാ ചെയ്തോ. എനിക്ക് പണ്ട് മുതലേ എനിക്ക് ഷോർട്ട് ഹെയർ ഇഷ്ടം. പക്ഷെ എന്റെ മമ്മി സമ്മതിക്കാറില്ല. കാരണം അറിയാലോ, അമ്മമാർക്ക് എപ്പോഴും മുടിയൊക്കെ ഇഷ്ടമാണല്ലോ. സത്യം. അപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ച് വലുതായി കുറച്ച് ഇതായപ്പോ കല്യാണം കഴിഞ്ഞപ്പോ ഫുൾ ഫ്രീഡം ആയി. അമ്മമാരുടെ ഒരു കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇതാണല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ എന്റെ ഇഷ്ടത്തിന് ഞാൻ വെട്ടി. ഇപ്പൊ ഫുൾ ഹാപ്പിയാ. എനിക്ക് നിങ്ങളുടെ ഒരു സ്റ്റൈല്, കാര്യങ്ങള്, കോസ്റ്റ്യൂം, ആ ഒരു ലുക്കൊക്കെ നിങ്ങൾ എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ലൈക്ക് ഒരു പ്ലാനിങ്സും കാര്യങ്ങളും. അങ്ങനെയൊന്നുമില്ല, പ്രോഗ്രാമിന് ഞങ്ങൾ ഒരേപോലെ ഡ്രസ് ഇടാൻ ശ്രമിക്കും. ഒരേ കളറോ ബാൻഡിന്റെ ഷോക്കൊക്കെ നമ്മള് ഒരുമിച്ചുള്ള കോംബോ ആകുമ്പോ അങ്ങനെ ഒരു പരിപാടി ഇപ്പൊ ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെ. പിന്നെ അതൊക്കെ ഞാൻ എടുത്തിടും. ഇന്ന് രാവിലെ ആക്ച്വലി ഞാൻ ഒരു നോർമൽ ഒരു സാധനം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വന്നപ്പോ ആള് ഇതൊക്കെ ഇട്ടിക്കണം, ഇങ്ങനത്തെ വരും. അപ്പൊ കുറയ്ക്കണ്ടല്ലോ. ഓക്കെ, ഇപ്പൊ നമ്മള് നേരത്തെ സംസാരിച്ചായിരുന്നു ഒരു ബാൻഡ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തു, ഉറുമ അല്ലേ, 6 years.
അപ്പൊ നമ്മള് എന്താ നമുക്ക് ആദ്യം ആ ഒരു ഫസ്റ്റ് മൊമെന്റ്, നിങ്ങൾ ഫസ്റ്റ് ഷോ ചെയ്തു, അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന അവരുടെ ഒരു സന്തോഷങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്ന ആ ഒരു മൊമെന്റ് ഇപ്പൊ ആലോചിക്കുമ്പോൾ എങ്ങനെയാ അത് നിങ്ങൾ റീകോൾ ചെയ്തെടുക്കുന്നത്? അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയായിരുന്നു. എനിക്ക് മീച്ച് ആൻഡ് എവറിത്തിങ് ഓർമ്മയുണ്ട് സത്യം പറഞ്ഞാൽ. നമ്മുടെ ഫസ്റ്റ് ഷോന്റെ കാലിക്കറ്റ് ബീച്ചിലായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഷോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം. ഏതാണ്ട് അതിന്റെ മേലെ പോയി. നമ്മുടെ നല്ല മിക്കായുടെ കുറെ പാട്ട് ഇഷ്ടമുള്ള കുറെ പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അവര് ഏറ്റു പാടി നമുക്ക് ലൈവില് അവരുടെ റെസ്പോൺസ് കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണല്ലോ. അപ്പൊ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ മേലെ തന്നെ ആക്ച്വലി പോയി. ശരിക്കും നല്ല നിങ്ങളുടെ ആ ഒരു എനർജിയിൽ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോ അതെന്താ? കാരണം ഏതൊരു പെർഫോമർ ആണെങ്കിലും സ്റ്റേജിൽ കയറുമ്പോൾ അവർക്ക് ഒരു വല്ലാത്തൊരു എനർജിയാ. അത് കാണുമ്പോൾ ഒരു തുള്ളാത്ത ആൾക്കാർ പോലും തുള്ളിപ്പോവും. അങ്ങനത്തെ ഒരു സാധനം നിങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പൊ എന്താ നിങ്ങളുടെ ആ ഒരു സംഭവം, ഈ ഒരു എനർജിയുടെ പുറകില്? ഓഡിയൻസിനെ കാണുമ്പോഴാണോ അല്ല അവരുടെ? അത് ആക്ച്വലി കുറെ ഭാഗങ്ങളുണ്ട്. ഒരെണ്ണം നമ്മൾ പെർഫോമറാണ്, നമ്മൾ ഓഡിയൻസിനെ ഹാപ്പി ആക്കേണ്ട കയ്യിലെടുക്കണം. അപ്പൊ നമ്മള് പെർഫോം ചെയ്താലാണ് അത് നിങ്ങൾക്ക് കിട്ടുള്ളൂ, ആ കണക്ഷൻ കിട്ടുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ബാൻഡ് ആകുമ്പോൾ നമ്മൾ ഒരുമിച്ച് സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എന്താ പറയാ, ഒരു അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സൂപ്പർ സാധനം കിട്ടും. നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം മഹർ ആൽബം റിലീസ് കാര്യങ്ങളൊക്കെയാണ്. എന്തായിരുന്നു അതിന്റെ ഒരു എങ്ങനെ സ്റ്റാർട്ടായി? എന്തായിരുന്നു അതിന്റെ ഒരു തോട്ട് പ്രോസസ്? ആരുടെ ഐഡിയ ആയിരുന്നു? അത് കുറെ കാലമായിട്ടുള്ളൊരു തോട്ടാണത്. ഒരു 1 year ആയിട്ട് അതിന്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പ്രോഗ്രാം ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ വളരെ ഞാൻ കുറച്ച് ഗ്രാജുവലി സ്ലോ ആയിട്ടാ വർക്ക് ചെയ്യുള്ളൂ. പെട്ടെന്ന് അങ്ങനെ ഇതാക്കില്ല, കുറച്ച് ടൈം കൊണ്ട് ഉണ്ടാക്കില്ല. കമ്പോസിഷൻ പെട്ടെന്ന് ആയാലും അതിന്റെ ഒരു വർക്കൊക്കെ അത് പ്ലാൻ ചെയ്യും. കുറച്ച് ചെയ്ത് പിന്നെ ജസ്റ്റ് നോക്കി പിന്നെ ഒരു കുറച്ച് ഗ്യാപ്പ് ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യും. അതിലിപ്പോ ഷിഗ പാടിയിട്ടുണ്ട്, ഞാൻ പാടിയിട്ടുണ്ട്, പല പല ജോണേഴ്സ് ഉണ്ട്. പിന്നെ അതിൽ റാപ്പർ ഗബ്രി പുള്ളി ഫീച്ചർ ചെയ്തിട്ടുണ്ട്, പുള്ളിയുടെ പോർഷൻ ഉണ്ട്. അതിപ്പോ ഇറങ്ങിയിട്ടൊരു 4 days ആയിട്ടുണ്ട്. എത്ര സോങ്സ് ഉണ്ട്? അപ്പം ഒരു പാട്ടുള്ളൂ, ഒരു സിംഗിൾ ആണ്. ഞങ്ങൾ 3 ജോണേഴ്സ് വരുന്ന ഒറ്റപ്പാട്ടാണ്. നമുക്ക് ലൈവായിട്ടൊന്ന് കേൾക്കാൻ പറ്റുമോ? പിന്നെന്താ, ഫസ്റ്റ് സോങ് അതാണ്. ആയിക്കോട്ടെ. ഈ മലർക്കാവിൽ കമീസിൻ ഉള്ളിലാണി ഞാൻ, ഈ മുഅന്നസിനായി ആലം വീട്ടിലായി ജാൻ, കൂട്ടിലായി മാൻ, കാട്ടിലായി ഇൻസാൻ, ആ സുവർഗത്തിൻ മരത്തിൻ മുൻപിലായി ഞാൻ, ആ കനിക്കുൾ മോഹമല്ലേ തെറ്റിലായി ജാൻ, ആശ മാത്രം താൻ മേലെയായി കാൻ, മഹരവിടെ മഹമൂദ് പറഞ്ഞൊരു മഹരവിടെ, കരയെവിടെ കണ്ണീർ കടലിൻ കരയെവിടെ, അഴകെവിടെ നിന്തില്ലിനുള്ളിലെ അഴകെവിടെ, നദിയെവിടെ ആ സ്നേഹജലത്തിൻ നദിയെവിടെ. ഈ പാട്ടുകളുടെ പ്രൊമോഷൻ ചെയ്യാനോട്ടാ. ശരിക്കും വന്ന പാട്ട് ശരിക്കും വന്ന എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഒരു എന്തായാലും ഭയങ്കര ഒരു ഹിറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ മഹർ? ഇനി എന്താ പിന്നെ എന്താ നിങ്ങളുടെ വിശേഷങ്ങൾ? ഇപ്പൊ കുറെ ദുബായ് ഷൂസ് കഴിഞ്ഞു, അത് കഴിഞ്ഞിപ്പോ ഒരു ചെറിയൊരു ഗ്യാപ്പിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അഗെയിൻ കുവൈറ്റിൽ പോവാണ്. അപ്പൊ എങ്ങനെ ഈ ഒരു ബിസി ലൈഫൊക്കെ മാനേജ് ചെയ്യുന്നത്? ഞാൻ ഭയങ്കര ബിസിയാണ്. അങ്ങനൊന്നുമില്ല, നമ്മുടെ ഒരു ജോലിയും കൂടി അല്ലേ അത്. ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് പോണേ. പിന്നെ കുട്ടീനെ മാനേജ് ചെയ്യണതൊക്കെയാണ് ചെറിയൊരു, അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല. അതിനൊരു പ്ലാനിങ് ഉണ്ട്. ഞങ്ങള് മോളുള്ളത് കൊണ്ട് ഒരു പ്ലാനിങ് വേണം. ഞങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്യും, അപ്പൊ അതിനൊരു പ്ലാനിങ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു മാത്രം, ബാക്കിയൊക്കെ എല്ലാം ഹാപ്പിയാണ്. നാളെ എന്നാലും ഇപ്പം ചേച്ചിയുടെ പാട്ട് കേട്ടു, അപ്പം ഇക്കയുടെ പാട്ട് കേട്ടില്ല. അപ്പൊ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അമരനിൽ പാടിയെന്ന് പറഞ്ഞു. അന്ന് അത് തന്നെ ഒന്ന് കേൾക്കാം. തമിഴ്നാട്ടില് വൈറലാണ് ഇവിടെ. തമിഴ്നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന അമരൻ സിനിമ, അത് വലിയൊരു സിനിമയാണ്. അപ്പൊ അതിൽ ക്ലൈമാക്സ് സോങ്
അത് ഹിന്ദിയിലും മലയാളത്തിലും തമിഴിലും ഞാൻ പാടി. അപ്പൊ അത് വലിയൊരു ഭാഗ്യമാണ്. വാനേ വാനേ കാലൈ വാനേ ഉന്നെ പാർത്തേ കൈயை நீட்டும் பூவே பூவே காதல் பூவே உன் பேர் கேட்டால் வாசம் கூட்டும் நாள்தோறுமே. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയായിരുന്നു ഈ ഒരു മൂവിയിലേക്ക് ഓഫർ വന്നതും ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഇത് GV പ്രകാശ് കുമാർ സാറാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി 2-3 പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇതെല്ലാം പാടിയത് അദ്ദേഹത്തിന്റെ പ്രോഗ്രാമറുണ്ട്, ഈ സോങ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, സ്കോർ ഒക്കെ ചെയ്യുന്ന അത് ആളെന്റെ ഫ്രണ്ടാണ്, അശ്വിൻ സത്യ. അപ്പൊ അദ്ദേഹം വഴിയാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നതും. അദ്ദേഹമാണ് എന്റെ പാട്ടുകൾ ഇവിടുന്ന് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുന്നത്. പിന്നെ അവിടെ കൺഫേം ചെയ്യുന്നുണ്ട്. ഞാനിതിനു മുമ്പ് തങ്കലാൻ സിനിമ ഉണ്ട്, അതിന്റെ ഹിന്ദിയിൽ ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പ് ഒരു തെലുങ്ക് പടം, എനിക്ക് പേര് ഓർമ്മയില്ല, പാടിയിട്ടുണ്ട്. പിന്നെ ഇതില് ക്ലൈമാക്സ് സോങ്, ആക്ച്വലി ഇതിന്റെ ഹിന്ദിയാണ് ഞാൻ പാടായിരുന്നത്. ഹിന്ദി ഞാൻ പാടിയിരുന്നത്, ഹിന്ദിയാണ് പാടാനിരുന്നത്. പിന്നെ അവർക്ക് ഈ എന്താ പറയാ, ഇതിന്റെ ഒരു ഇതിന് പോലെ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ മിക്സും ബാക്കി കാര്യം, അപ്പൊ അതിന് കേൾക്കാൻ വേണ്ടി ഒന്ന് റഫ് പാടി അയക്കാൻ പറഞ്ഞപ്പോഴാണ് എന്നെ കൊണ്ട് ആള് പാടിച്ചത്. എന്നിട്ട് നീ നന്നായിട്ട് പാടി അയക്കാൻ അവർക്ക് വർക്കാവോന്ന് അറിയില്ല. പാടിയപ്പോൾ അവർക്ക് ടോൺ ഭയങ്കര ഇഷ്ടമായി, പക്ഷെ ഡിക്ഷൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. നമ്മൾ മലയാളി പാടുമ്പോൾ ഉണ്ടാവുന്ന തമിഴ് പാടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിക്ഷൻ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്തോളം ഡിക്ഷൻ പ്രശ്നമുണ്ട്, നമുക്കൊന്നുകൂടി. അങ്ങനെ ഒരു 3 പ്രാവശ്യം പിന്നെയും പാടി, പിന്നെ ഡിക്ഷൻ പ്രശ്നം. അപ്പോൾ തമിഴ് ഒരാളെ കൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനിൽ വരുത്തിച്ച് ഓരോ വരി വീണ്ടും കേട്ട് ആള് മാറ്റി കറക്റ്റ് ചെയ്ത് അങ്ങനെ ഒരു 3 പ്രാവശ്യം, ടോട്ടലി 4 പ്രാവശ്യം പാട്ട് ഞാൻ പാടി. ഈ ഡിക്ഷൻ പ്രശ്നം മാത്രം കാരണം. ചെറിയ അവിടെ ചിലപ്പോ അവിടെ ഔട്ടി, കാരണം അവർക്ക് അവിടെ തമിഴ് സിംഗേഴ്സ് ഇല്ലാണ്ടല്ലോ. അപ്പോ പിന്നെ ലാസ്റ്റ് അയച്ചു, അവര് ഓക്കെ അടിച്ചു, ഭാഗ്യം. പിന്നെ ഞാൻ ഹിന്ദിയും മലയാളം ഹിന്ദി ഇറങ്ങിയിട്ടുണ്ട്, മലയാളം ഇറങ്ങിയിട്ടില്ല തോന്നുന്നു. നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആയിട്ടുണ്ട്. അന്ന് ചേച്ചിയിലേക്ക് വരാം. ഇപ്പം ഇരട്ടയിൽ പാടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ പാട്ടും കുറെ ആളുകളെ ഏറ്റെടുത്ത ഒരു സോങ് ആയിരുന്നു. അതും ഭയങ്കര ഒരു സ്പെഷ്യൽ അല്ലേ? അത് ഭയങ്കര സ്പെഷ്യലാണ്. അതിന് എന്തെങ്കിലും ഒരു മെമ്മറീസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? മെമ്മറീസ്, അതിലേക്കുള്ള ഒരു ജേർണിയോ? അതിലേക്കുള്ള ജേർണി എന്ന് പറയുമ്പോൾ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ സിസ്റ്ററിനെ പോലെ, എൻ്റെ സിസ്റ്റർ പോലെയുള്ള ഒരു ഷബ്ന എന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത ആള് വഴിയാണ് ഞാൻ മാർട്ടിൻ പ്രകാശ് സാറിനെയൊക്കെ പരിചയപ്പെടുന്നത്. അപ്പോൾ സാറാണ് ആക്ച്വലി എനിക്ക് ജെക്സ് ബിജോയ് സാറിലേക്കുള്ളൊരു എൻട്രി തുറന്നു തരുന്നത്. സാറാണല്ലോ ഇതിന്റെ മ്യൂസിക്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടേക്ക് എത്തുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ റെക്കോർഡിങ്, ഈ പറഞ്ഞ പോലെ ഇതും ഒരു 2-3 വട്ടം റെക്കോർഡിങ് ചെയ്തിട്ടുണ്ട്. ഈ ഇരട്ട എന്ന് പറഞ്ഞ മൂവി ആദ്യം ഇതിന്റെ പല്ലവിയും അനുപല്ലവിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 2 സ്റ്റാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് എന്താ പറയാ, അതൊരു മെയിൻ സോങ് ആണ്. ഇരട്ട എന്ന് പറഞ്ഞ മൂവിയിലെ മെയിൻ ഒറ്റ സോങ്, ക്ലൈമാക്സിൽ അത് സങ്കടമല്ലേ, പുള്ളി കാണൂല. ഞാനത് കുറച്ച് കണ്ടു, പിന്നെ എനിക്ക് മനസ്സിലായി അതിന്റെ ഒരു ഭയങ്കര അടിപൊളി പടം. പക്ഷെ സങ്കടപ്പെടുന്നവർക്ക് കുറച്ച് എന്തായാലും കാണേണ്ട പടം. എന്നാ ആ പാട്ടൊന്ന് കേട്ടാലോ? താരാട്ടായി ഭൂമി ഒരു താരാട്ടായി, താരാട്ടിന്നു ഞാലായി ഉദയാസ്തമയങ്ങൾ, പകലുകൾ കഥയോതി ഇരവുകൾ കനവുകളാടി, മുകിലുകൾ മഴമീട്ടി മുളയിടും പുതുസ്വരലതകളിൽ, താരാട്ടായി ഭൂമി ഒരു താരാട്ടായി, താരാട്ടിന്നു ഞാലായി ഉദയാസ്തമയങ്ങൾ. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ആ ഇറങ്ങിയ ടൈം മുതൽ ഇത് ട്രെൻഡിങ് ആ. എനിക്ക് തോന്നുന്നു കുറെ
ഇതിന്റെ പല റീൽസ് ഒക്കെ വന്നിട്ടുണ്ട്, കുറെ കോൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് കുറെ റീൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ എനിക്കറിയാം. ഞാൻ മറ്റേത് പുതിയ സോങ് അല്ലേ, അപ്പൊ പെട്ടെന്ന് ലിറിക്സ് കിട്ടും. എനിക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ അതിന്റെ ലിറിക്സിൽ എന്തെങ്കിലും കണക്ട് ചെയ്യുന്നുണ്ടാവും. അടിപൊളിയാ. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പൂമരം പാടിച്ചില്ല എന്നുള്ളൊരു ഇത് വേണ്ട. അതെങ്ങനെയുണ്ട്? ആദ്യമേ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അല്ല പൂമരം ആക്ച്വലി ഞാൻ പാടി 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 ഒരുപാട് പാടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഫസ്റ്റ് പാട്ടാണ്, ആദ്യത്തെ കുട്ടീനെ പോലെ. പിന്നെ എനിക്ക് മടുക്കില്ലായിരിക്കും, നമ്മളാക്കിയ പാട്ടാണ്. അതെ. അപ്പൊ അത് എല്ലായിടത്തും ആൾക്കാർ പാടാൻ പറയുമ്പോ അത് അതിലെന്തോ കാര്യങ്ങളുണ്ടല്ലോ പറയണേ. ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണേ ആ കുപ്പായക്കാരി പങ്കായം പൊക്കി. ഞാനൊന്നു നോക്കി അവളെന്നെയും നോക്കി. 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. ഞാനും എൻ്റെ ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഇത് ശരിക്കും ഇത് ഒരു നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോ ഒരു കഥ പോലല്ലേ തോന്നുള്ളൂ. ഞാനും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. അതിലിങ്ങനെ ഒരു സോങ് വരുന്നത് അങ്ങനെ തോന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇത് കേൾക്കുമ്പോ? എനിക്ക് ലിറിക്സ് കണക്ട് ആയിട്ടാണ് ഞാനത് കമ്പോസ് ചെയ്തത്. ഇത് ഞാൻ ഇതിന്റെ മഹാരാഷ്ട്രയിൽ പഠിച്ച ഞങ്ങള്, ഇത് മഹാരാഷ്ട്രയിൽ കിട്ടിയ പാട്ടാണ്. ഇത് മഹാരാഷ്ട്രന്റെ പാട്ടെന്ന് പറയുമെങ്കിലും എവിടുന്നോ ഇങ്ങനെ എത്തിപ്പെട്ട ഒരു പാട്ടാണ്. അപ്പൊ അതായത് ഇതിനു വേണ്ടി ഉണ്ടാക്കിയതല്ല. അല്ലല്ല, ഇത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തിന് 10 കൊല്ലം മുമ്പേ കോളേജിലുണ്ട് ഈ പാട്ട്. ഇതിങ്ങനെ നാടൻ പാട്ട് പോലത്തെ ഒരു പാട്ടായിരുന്നു. ഇങ്ങനെ കൈമാറി അത് നമ്മള് എല്ലാ കോളേജിലും ഇങ്ങനെ കുട്ടികള് അങ്ങനെ കുറെ പാട്ടുകളുണ്ട്. ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ പാടുന്ന ഒരു പാട്ടാണ്. അപ്പോ അങ്ങനെ എനിക്ക് കിട്ടിയൊരു ലിറിക്സ് ആണ് ഈ കണക്ട് ആയത്. അപ്പൊ ലിറിക്സ് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇത് ഭയങ്കര രസമുള്ള പുതിയ കുറെ വരികളും വാക്കുകളൊക്കെ ഉള്ള. പിന്നെ അത് ഞാനിങ്ങനെ കമ്പോസ് ചെയ്തു. ഞാൻ കോളേജിലൊക്കെ പാടാറുണ്ട്. കോളേജിലെ ഓരോ പുതിയ കുട്ടികളൊക്കെ വരുമ്പോഴുള്ള നമ്മുടെ ക്യാമ്പയിൻസ് ഒക്കെ ക്യാമ്പയിൻസ് അങ്ങനല്ല, കുട്ടികൾക്ക് പാടി കൊടുക്കല്ല. ക്യാമ്പയിൻ ആകുമ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സിൽ പോയിട്ട് ഇങ്ങനെ കോളേജിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ പാർട്ടിപരമായിട്ടൊക്കെ നമ്മൾ പാടും. അപ്പൊ അതിന്റെ ഒരു ഓപ്പണിംഗ് സോങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാട്ടെടുത്ത് പാടും. അന്ന് നമുക്ക് ഇതിന്റെ ഒരു ഇതൊന്നും അറിയില്ല. പിന്നെ നമ്മൾ സിനിമയിലേക്ക് വന്നപ്പോൾ ഈ പാട്ട് ഡയറക്ടറൊക്കെ ഏൽപ്പിച്ച് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ആൾക്ക് ഇതിന്റെ സാധ്യത മനസ്സിലായി, സാധനത്തിന്റെ രസമുണ്ടല്ലോ. അന്ന് പിന്നെ വേറെ ആരും ഇത് കേട്ടിട്ടൊന്നുമില്ല. ഞാനും നമ്മുടെ സർക്കിളൊക്കെ ആയി, ഇവർക്കൊക്കെ അറിയായിരുന്നു. പിന്നെ അതങ്ങനെ സിനിമയിൽ വന്നു, അതങ്ങനെ ആയി. ഓക്കെ, നമ്മളിങ്ങനെ കോളേജിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് കോളേജിൽ എന്തോ റാഗിങ് ചെയ്യാൻ വന്ന ടീമിലാണ് ആദ്യമായിട്ട് കണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പാട്ട് പാടിന്ന് പറഞ്ഞില്ല, അത് ഏത് പാട്ടായിരുന്നു? അത് ഏതായിരുന്നു? ശരപ്പൊളി മാല ചാർത്തി. അത് ഞാൻ സ്റ്റാർ സിംഗറുള്ള ടൈമില് അതില് കുറെ പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പാടിയതാണ് ആ ഷോയില്. ശരപ്പൊളി മാല ചാർത്തി എന്നൊരു സോങ്. അതെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പൊ അത് ചുമ്മാ അവര് പാടിപ്പിച്ചതാണ്, അത്രേ ഉള്ളൂ. അതൊന്ന് രണ്ടുപേരും അത് പാടണോ? എല്ലാത്തിനും ഒരു ഇൻട്രോ ആണല്ലോ. അത് പാടുമല്ലേ? ആക്ച്വലി ഒരു ക്ലാസിക്കൽ പോലത്തെ പാട്ടാണ്, സെമി ക്ലാസിക്കൽ. സെമി ക്ലാസിക്കലാണ്. ആണോ? ശരപ്പൊളി മാല ചാർത്തി ശരദിന്ദു ദീപം നീട്ടി
കുറിഞ്ഞികൾ പൂത്തരാവിൽ ഏതു രാഗം നിന്നെ തേടുന്നു ശരപൊളി മാല ചാർത്തി. സംഗതികൾ ഈ പാട്ടിലാണോ വീണത്? പാട്ടൊന്നല്ല വീണ്, ഞാൻ വീടൊന്നുമില്ല. അങ്ങനെയൊന്നല്ല. ഈ പാട്ട് സ്റ്റാർ സിംഗറിൽ പാടിയ കാലത്ത് നമുക്കറിയാം 2010-9 ടൈമിലാണ് ഇവര് പാടുന്നത്. അന്ന് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട കുറെ പാട്ടുകളൊന്നാണ്. പിന്നെ കോളേജിൽ വന്നപ്പോ ഞാൻ ആക്ച്വലി നമ്മുടെ ടീമിൽ ഇങ്ങനെ ഒരു ചടങ്ങ് പോലെ ഞാൻ ആക്ച്വലി റാഗൊന്നും ചെയ്തിട്ടില്ല. അത് ഡീസന്റ് ആയിട്ടല്ല, നമ്മൾ ആക്ച്വലി വേറെ ഒരു കോളേജിൽ പഠിച്ചിട്ട് ഞാൻ വന്നത്. ആളും ഞാനൊക്കെ വേറെ സ്ഥലത്തു നിന്നാണ് പിന്നെ മഹാരാഷ്ട്രയിലേക്ക് വരുന്നത് മ്യൂസിക്കിന്. അങ്ങനത്തെ റാഗിങ് മൂഡൊന്നും എനിക്കതിനില്ല. നമ്മളെ കൂടെ ഉള്ളവരും നമ്മുടെ കൂടെ ഇങ്ങനെ ഇരിക്കും, അങ്ങനെ പിടിച്ചിട്ടൊന്നും ഇതാക്കാറൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ വളരെ നമ്മുടെ ജൂനിയർ ആയിട്ട്, അത് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റാ ഞങ്ങള്. ഷിഗ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതില് പാടിയ പാട്ട് സ്റ്റാർ സിംഗറിൽ പാടിയ ശരപൊളി ഒന്ന് പാടുമെന്ന് ചോദിച്ചു. ശരിക്കും പാട്ട് മാത്രമൊന്നല്ല ഇവര് പാടാൻ പറഞ്ഞത്. ഇവര് ഭയങ്കര ടീമാണ്. അപ്പൊ ഒരു സന്തോഷമാണല്ലോ. റാഗ് ചെയ്യാൻ പോകുന്നപ്പോ ഭയങ്കര ഇതായിട്ടല്ലോ, ഭയങ്കര അതൊരു പരിചയപ്പെടലും കൂടിയാണല്ലോ. അപ്പൊ ഇവര് വന്നപ്പോ നമുക്കും അറിയാം വെറുതെ ആണ് എന്നുള്ളത് നമുക്കും അറിയാം, അവർക്കും അറിയാം. ഇതല്ലാണ്ട് ഒരു സീരിയസ് പരിപാടി അല്ല, നമുക്ക് രണ്ടുപേർക്കും അറിയാം. പക്ഷെ അവരെ മേലെ എഡിയാനും പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ അതിൻ്റെതായ രീതിയിൽ തന്നെ അവര് പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഇടയിൽ കുറെ വേറെ പരിപാടികളൊക്കെ ചെയ്യിപ്പിച്ചിട്ടോ. റാഗിങ് പരിപാടികളൊക്കെ അല്ല, ഈ പറഞ്ഞൊന്നും ചെയ്യിച്ചിട്ടില്ല. അതിൽ ബാക്കിയുള്ള കുറെ പേരുണ്ട്. ഡാൻസ് ഇല്ല, ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഫ്രഷ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റേ ദോശ, അതൊക്കെ ആർക്കും അതൊക്കെ നമുക്ക് അത് അവർക്കും അറിയാം, ഫ്രഷ് അല്ല നമുക്കും അറിയാം. എന്നാലും നമ്മളങ്ങനെ നിന്ന് കൊടുത്തു. പക്ഷെ ഇക്കാക്ക ശരിക്കും ഒന്നും ചെയ്തിട്ടില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മളവിടെ നിൽക്കുമ്പോ അവിടെ ഇരിക്കുകയായിരുന്നു. ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുള്ളൂ. ഒന്നും പറഞ്ഞിട്ട് പാട്ട് പാടാനൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു, ഇയാളൊന്നും പറയുന്നില്ലല്ലോ എന്നുള്ള ജസ്റ്റ് ഇങ്ങനെ നോക്കിയായിരുന്നു. അത്രേ ഉള്ളൂ. നിങ്ങളുടെ ലവ് സ്റ്റോറിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഏത് പാട്ടായിരിക്കും നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ? ലവ് സ്റ്റോറിക്ക്. ലവ് സ്റ്റോറിക്ക് ലവ് സ്റ്റോറി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് നമ്മുടെ ഇന്ന് നിന്റെ മൊയ്തീനുള്ള പാട്ടില്ലേ, മറ്റേ മഴയുടെ പാട്ടാണ് അത്. ആ സോങ് അത് കേൾക്കുമ്പോഴാണ് മൊത്തമായിട്ട് ഓർമ്മ വരും. അത് പാട്ടുകാരുടെ എപ്പോഴും എനിക്ക് ഞങ്ങളുടെ കോളേജും രംഗവും നമ്മുടെ ലൈഫായിട്ട് ഒരു ബന്ധമില്ല ഇല്ല, അല്ല ആ കാലഘട്ടത്തിലെ സോങ് അല്ലേ ചോദിച്ചത്? അല്ല നിങ്ങളുടെ അതായത് ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ ലവ് സ്റ്റോറി ഓർമ്മ വരുന്നത് ആക്ച്വലി നമ്മളാ ഒരു പ്രണയം ഇങ്ങനെ നമുക്ക് രണ്ടൊരു ഉള്ളിൽ ഭയങ്കര ഫയർ തോന്നി തുടങ്ങിയ ടൈമിലാണ് സിനിമ ഇറങ്ങുന്നത്. അതാണ് അപ്പൊ ആ ടൈമിലാണ് ആള് തിയേറ്ററിൽ പോയി കാണുന്നു. അപ്പൊ അതില് അങ്ങനത്തെ ക്യാരക്ടർ, പിന്നെ ആ പാട്ട്, അപ്പൊ അത് മൊത്തത്തിൽ അങ്ങനെ കണക്ട് ആയിട്ട് അതാണ് ആൾക്കത് ഇങ്ങനെ. അതാണ് ആ ടൈമിലാണ് ആ ഒരു ഫയർ ഒക്കെ വന്നിട്ട്, അതുകൊണ്ടാണ് എനിക്കത് ആ പാട്ട് കേൾക്കുമ്പോ എനിക്ക് ആ ഒരു കാലഘട്ടം ഓർമ്മ വരും. നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പാട്ട് പോലെ. അതെ, എനിക്ക് അന്ന് അങ്ങനെ തോന്നിയിരുന്നു. ആ പാട്ടൊന്ന് കേൾക്കാം. ഇന്നും തോന്നുന്നുണ്ട് അങ്ങനെ. എന്താ പറയണ്ടേ, എന്താണ് അല്ല എന്തൊക്കെ ചോദിക്കണോ? പടച്ച പെണ്ണെ, മുക്കത്തെ മണ്ണിലായി പിറന്ന പെണ്ണെ, എന്നിലെ റൂഹിലെ പകുതിയല്ലേ, എന്നിലെ ഇറങ്ങതല്ലേ, എന്നിലെ വെളിച്ചവും നീയേ, മുത്തായി നീ മിന്നണ മാലയല്ലേ, എന്നിലെ ഇഷ്കിൻ്റെ നൂറേ, ആരും കാണാതൊളിയും നീയേ, എൻ്റെ കിതാബിലെ പെണ്ണേ, എൻ്റെ കിതാബിലെ പെണ്ണേ. അതായത് ഇക്കയുടെ കിതാബിലെ പെണ്ണാണത്. അന്ന് സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. കോളേജിൽ ആ ടൈമിൽ പാടിയിട്ടുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷമാണോ ഇങ്ങനെ പറഞ്ഞിരുന്നു ഈ പാട്ട്? എന്ത് പറഞ്ഞതിന് ശേഷം? അതായത് പാട്ട് കേൾക്കുമ്പോ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു.
അല്ല ആള് ഇപ്പം ഈ പാട്ട് കണക്ട് ആവാറുണ്ടെന്ന് പറയാറുണ്ട്. ഞാൻ ആക്ച്വലി അതിനുശേഷം പാടിയിട്ടോ പാടി കൊടുത്തിട്ടൊന്നുമില്ല. അതിനുശേഷം കൊടുക്കണ പാട്ടൊന്നും ആയിരുന്നില്ല. അതിനുശേഷം എനിക്ക് ആ പാട്ട് ഞാൻ ഇന്നാ പാടുന്നത്. എനിക്ക് പാടിത്തന്ന പാട്ടൊന്നും അല്ല അത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എല്ലാ കാലഘട്ടത്തിലും ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ടാവല്ലോ. അപ്പൊ നമ്മുടെ ആ ഒരു സാഹചര്യത്തിലെ കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ആയിരിക്കും ആ പാട്ട് എപ്പോഴും. ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ആ ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരില്ല. അതുപോലെ എനിക്ക് ഈ പാട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അതൊക്കെ ഓർമ്മ വരും. അതാ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് വേറൊരു സെഗ്മെന്റ് തരാം. ഞാൻ കുറച്ച് ടാഗ് ലൈൻസ് പറയാം. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ട്, ഒരു രണ്ടുപേരും. ബുദ്ധിപരമായ പരിപാടികളാണോ? അല്ല, അങ്ങനെ കുഴപ്പമില്ല, അതെനിക്ക് പറ്റില്ല. ഒരു ഹാപ്പി സോങ് കേൾക്കുമ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ട്. ഹാപ്പി, ഒരു ഹാപ്പി. എനിക്കോ? ഓരോരുത്തർക്കും ഓരോന്ന് തരാം. എനിക്ക് എന്നെ കൊഞ്ചം നേരം ഇഴങ്കാതെ എനിക്കത് ഭയങ്കര കണക്ഷൻ ഉള്ള ഒരു പാട്ടാണ്. അത് ഞാൻ പഠിച്ചൊരു ട്രിവാൻഡ്രത്ത് പഠിച്ചൊരു ടൈമിലൊക്കെ ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന പാട്ടാണ്. അപ്പൊ അത് ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് എനിക്ക് സാധാരണ ആൾക്കാർക്ക് പ്രണയമൊക്കെ എനിക്ക് അത് ഭയങ്കര ഹാപ്പിയാ കിട്ടും. ഭയങ്കര സന്തോഷം ഇങ്ങനെ കിട്ടും. അത് ഞാൻ പാടിയ അത്ര നേരം ഇഴങ്ങാതെ ചേച്ചിക്ക് നെക്സ്റ്റ് ഫ്രണ്ട്സ്, സൗഹൃദം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരു പാട്ട്. അതുണ്ടല്ലോ, സത്യം പറയല്ലേ ഉണ്ട്. സൗഹൃദം എന്ന് പറയുമ്പോൾ നമുക്ക് അതുണ്ടല്ലോ, ഒരു മിനിറ്റ് ഞാൻ ആലോചിക്കട്ടെ. അതുണ്ട് ആക്ച്വലി. സെഗ്മെന്റ് ശരിയല്ലോ. അതെന്തെന്നറിയോ, എങ്ങനെ പറഞ്ഞു അറിയില്ല. ഞാൻ പറയാം. കോളേജില് പഠിക്കുമ്പോ ഉള്ള മഹാരാജാസിൽ പഠിക്കുമ്പോ അങ്ങനെ ഒരു പാട്ട് മനസ്സിനും അറിയില്ല. വേണ്ടടാ, അതൊന്നും പാടിക്കണ്ട. ഇഷ്ടല്ലേ പാടാന്? അങ്ങനെ മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊലി കണ്ണും ഇടനാഴില മതിയാകില്ലൊരു നാളിലും ഇതല്ലൊരു നേരം ഇനിയിതുപോലെ സുഖമറിയും ഒരു കാലം. അതെന്താ സംഭവം അറിയോ, എനിക്ക് വേറെ കുറെ പാട്ടുകൾ ഓർമ്മ വരുന്നു. അങ്ങനൊന്നും ഒരു ബ്രേക്കപ്പ് സോങ്. ഈ അഴലിന്റെ ആഴങ്ങളിൽ ഭയങ്കര ഇഷ്ടമാണ്. അതില് ആ അഴലിന്റെ ആഴങ്ങളും ബ്രേക്കപ്പ് എന്നുള്ളതല്ല, അഴലിന്റെ ആഴങ്ങളും പിന്നെ അതിൽ തന്നെ തുള്ളിമഞ്ഞിനുണ്ട് പാട്ട്. തുള്ളിമഞ്ഞിനുള്ളിൽ എനിക്ക് അത് ആക്ച്വലി ആ പാട്ട് ഏറ്റവും ഇഷ്ടം. ആൾക്കാർക്ക് അത്ര അറിയോന്ന് അറിയില്ല. തുള്ളിമഞ്ഞിനുള്ളിൽ ഉള്ളിയുറങ്ങി തങ്കനുള്ളൊരി മൗനജാലകം നീർമണി തൻ നെഞ്ചിൽ നിറുകയാണി തരരാരരാ തരരാരരാ. അങ്ങനെ പാടുന്ന ലിറിക്സ് എനിക്ക് മനസ്സിലായി. നല്ല പാട്ടാണ്. മോൾക്ക് പാടി കൊടുക്കുന്ന ഒരു പാട്ട്. അതില്ല. അതല്ല, എനിക്ക് പാടി മോളെന്ന് മോള് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ പാട്ടാണോ മോൾക്ക് പാടി? മോൾക്ക് ഇപ്പം ഇടക്കിടക്ക് പാടി ഇപ്പം ഞാൻ പറയാനൊക്കെ പാടി കൊടുക്കില്ലേ? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അവൾക്ക് പാടി കൊടുക്കണം, അവളെ പാടി ഉറക്കണം എന്നൊക്കെ. പക്ഷെ അവളങ്ങനെ പാട്ട് കിട്ടുന്ന ഓർമ്മില്ല. ഞാൻ പാടുമ്പോ പറയും പാടണ്ടെന്ന് പറയും, മമ്മി പാടണ്ടെന്ന് പറയും, ഞാൻ ഉറങ്ങിക്കോളാം. അത് അങ്ങനെ അങ്ങനത്തെ ഒരു കുട്ടിയല്ല ആള്. പാട്ടായിട്ട് ഉറങ്ങുക അങ്ങനെയൊന്നുമില്ല. കേൾക്കുമ്പോ അങ്ങനെ അടിച്ചുപൊളി പാട്ടൊക്കെ കുറച്ച് കേൾക്കും. എന്നാ മോളിന്ന് ആലോചിക്കുമ്പോ വരുന്നൊരു പാട്ട്. മോളിന്ന് ആലോചിക്കുമ്പോ വരാൻ പറ്റുന്ന നമ്മൾ അവൾക്ക് വേണ്ടി ആക്ച്വലി ഒരു പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ആഷിയ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന ടൈമില്
കമ്പോസ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും പാടിയിട്ടുള്ള ഒരു സോങ് ആണ്. അതാണ് ശരിക്കും അവൾക്ക് വേണ്ടി നമ്മള് അവളെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടും അവള് വരുന്നതിനെ പറ്റി അങ്ങനത്തെ ഒരു പാട്ട്. അത് നമ്മുടെ ഒറിജിനൽ സോങ് ആണ്. അന്നത് കേൾക്കാം. ക്യൂ സമൽത്തെ ഹോ നനന ക്യൂ സതാത്തെ ഹോ na 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 क्यों सताते हो मैं na 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 मंजिल तुम ही तुम हो मैं मुसाफिर भी मंजिल तुम ही तुम हो ആഷിയാന്നാണ് ഈ സോങ്ങിന്റെ പേര്. ആഷിയാന. ആഷിയാൻ കിളിക്കൂട്. ഓക്കെ, എന്തായാലും എനിക്ക് ആക്ച്വലി കുറെ ടാഗ് ലൈൻസ് ഞാൻ കൊണ്ടുവന്നു, പക്ഷെ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ നിസ്സഹായത എന്റെ ലെവലിലേക്ക് ഇവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ സെഗ്മെന്റ് ഇതോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും. കുഴപ്പമില്ല, നമുക്ക് വേറെ പണി ഞാൻ തരാം. ഓക്കെ, വിഷമിക്കണ്ട. എന്നാലും എനിക്കറിയാം നിങ്ങളുടെ ലവ് സ്റ്റോറി നിങ്ങൾ കുറെ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. എന്നാലും ചെറുതായിട്ടൊന്നും തരാം. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു തുടക്കം? അത് ഞാൻ ചുരുക്കി പറയാം, എന്തായാലും അങ്ങനെ എല്ലാം പറയണ്ടല്ലോ. അപ്പോ നമ്മളീ പറഞ്ഞ പോലെ റാഗിങ് എന്ന് പറഞ്ഞില്ലേ, അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ നമ്മളീ പറഞ്ഞ പോലെ നമ്മളൊരു ഭയങ്കര ഫ്രണ്ട്സായി. പിന്നെ പതുക്കെ നമ്മള് സ്പെഷ്യൽ ഫ്രണ്ട്സായി, വൈബ് ഭയങ്കര കണക്റ്റായി. അതാണ് മെയിനായിട്ട്. നമ്മൾ പറഞ്ഞ പോലെ പാട്ട് കേട്ടിട്ടോ ഗിറ്റാർ പിടിച്ച് പാടുന്ന കണ്ടിട്ടോ അങ്ങനെ ഉള്ളൊരു സെറ്റപ്പ് ആയിരുന്നില്ല. ആക്ച്വലി ക്യാരക്ടർ വൈസ് ഭയങ്കരമായിട്ട് കണക്റ്റായി. അതാണ് മെയിൻ കാര്യം. ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. ആ ഒരു എന്നോട് സംസാരിക്കുന്ന രീതിയും എന്നെ ഡീൽ ചെയ്യുന്ന രീതികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് കണക്ട് ആകുന്നത്. പിന്നെ ഭയങ്കര ഫ്രണ്ട്സായി എല്ലാരും പോലെ. പിന്നെ പതുക്കെ എത്ര നാൾ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്? ഇല്ല, ഫ്രണ്ട്സ് ആയിട്ട് കുറച്ച് നമ്മള് നല്ലൊരു സർക്കിളായി. പിന്നെ നമുക്ക് അങ്ങനെ ഒരു തോന്നുന്നു. പിന്നെ അത് നമ്മൾ പറയുന്നു. ആരാദ്യം പ്രപ്പോസ് ചെയ്തേ? അങ്ങനെ രണ്ടുപേർക്കും അതൊരു കണക്ഷൻ. വിളിക്കുമ്പോഴൊക്കെ നമ്മള് സംസാരിക്കണതും കോളേജ് കഴിഞ്ഞിട്ടും വീട്ടിൽ പോയിട്ട് നമ്മൾ മെസ്സേജ് അയക്കുന്നതിന്റെ സമയം കൂടി വരും. നമുക്കറിയാലോ ലാസ്റ്റ് പരിപാടിയിലേക്ക് വരണേന്നുള്ള കണക്ഷൻ കിട്ടുന്നുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് ഈ മതം പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ നമ്മൾ കുറെയൊക്കെ പിൻവലിയാനൊക്കെ നോക്കിയിട്ടുണ്ട്. വർക്കൗട്ട് ആവില്ല എന്നുള്ളത്. പിന്നെ അതങ്ങനെ നമ്മളായി ലാസ്റ്റിലേക്ക് എത്തി നമ്മൾ തീരുമാനിച്ചു ഇതന്നെ അങ്ങനെ മുന്നോട്ട് പോവാം. പിന്നെ നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കാന്നുള്ളതാണ് പ്ലാൻ. പിന്നെ അതിന്റെ കൂടെ നമ്മുടെ ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഉള്ള കല്യാണം കഴിക്കുക എന്നുള്ളത്. അപ്പൊ പിന്നെ അത് കല്യാണം കഴിക്കാണ്ട് നമ്മൾ മാത്രം ഇങ്ങനെ പോകാൻ പറ്റില്ലല്ലോ, ഫാമിലിയായിട്ടൊക്കെ പറ്റില്ല. അപ്പൊ അങ്ങനെ പിന്നെ നമ്മളത് കല്യാണത്തിലേക്ക് പോയി. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാന്നുള്ളതിന് എപ്പോഴും നല്ല ഫ്രണ്ട്സാണ്. ഇപ്പോഴും ഈ ഫ്രണ്ട്സിന്റെ എപ്പോഴും നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ ഒരുമിച്ച് എല്ലാ വർക്കിലും, ആളുടെ വർക്കിലും എന്റെ വർക്കിലും നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് നിൽക്കണം. അപ്പൊ അത് ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു പാട്ടിറങ്ങി അതിന്റെ പ്രൊമോഷൻ, അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് എല്ലാം കൊണ്ടും പോവാ. അല്ലാണ്ട് ഇവരുടെ പ്രണയത്തിൽ അങ്ങനെ ക്രിഞ്ചൊന്നും ഇല്ല അല്ലേ? പ്രപ്പോസ് ഐ ലവ് യു പറയാ അങ്ങനെ എന്നിട്ടാണ് ഒന്നും ഇല്ലാതെ പറഞ്ഞേ. ഇതിപ്പോ ഞാനാണ് പറയണെന്നുണ്ടെങ്കിൽ ഈ സമയം പോരായി വരും. ഞാനിങ്ങനെ പറഞ്ഞു ഒരു അങ്ങനെ തന്നെ പോവും. ഇത്രയും നമുക്ക് പറയാനുള്ള സമയമുള്ളൂ ആക്ച്വലി. അതിന്റെ എന്തായാലും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഐ ലവ് യു എന്നൊക്കെ എത്ര വട്ടം പറഞ്ഞിങ്ങനെ ആദ്യമായിട്ട് വന്ന് പറയാ അങ്ങനത്തെ സീനൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. ഇപ്പൊ നേരത്തെ മതത്തിന്റെ സീൻ പറഞ്ഞല്ലോ, പക്ഷെ അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഇപ്പൊ അങ്ങനെ വലിയ സീനില്ലല്ലോ. നമ്മുടെ ഫാമിലി ഭാഗ്യത്തിന് നമുക്ക് രണ്ടുപേരും ഭയങ്കരമായിട്ട്
നമ്മുടെ കൂടെ നിന്ന് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച ഒരു കല്യാണമായിരുന്നു നമ്മുടെ. നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ, നമുക്ക് ഒരു പ്രശ്നമില്ല. ഇല്ല, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ക്. നമ്മള് കാരണം വേറെ ആൾക്കാർക്ക് പ്രശ്നമുള്ളതൊക്കെ അതവർക്ക് പക്ഷേ ശരിക്കും നിങ്ങളും ചെയ്തത് അങ്ങനെ തന്നെയല്ല, അവരുടെ ഒരു എന്താ സപ്പോർട്ട് കിട്ടാനും സമ്മതം കിട്ടാനും ബ്ലെസ്സിങ്സും വേണമെന്നുണ്ടായിരുന്നു. എല്ലാരും വേണമല്ലോ. അത് ആക്ച്വലി കുറെ ഒക്കെ രണ്ട് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. രണ്ട് ഭാഗത്തും രണ്ട് രീതിയിൽ നമ്മള് ഫംഗ്ഷനൊക്കെ വെച്ചു. മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ നമ്മള് എല്ലാരും അങ്ങ് സന്തോഷിപ്പിച്ചു. നമ്മളും അവരൊക്കെ ഇതിൽ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം ഹാപ്പി ആവാൻ നോക്കിയിട്ടുണ്ട്. അവരും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, എൻഡ് ഓഫ് ദി ഡേ പിന്നെ റിസൾട്ട് ഈസ് ഹാപ്പിനെസ്. ഓക്കെ, അടിപൊളി. ഇപ്പൊ ഇൻസ്റ്റയിൽ കുറെ സോങ്സ്, മെയിൻ സോങ്സ് ഇങ്ങനെ ഇടാറുണ്ട്, അതൊക്കെ വൈറൽ ആവാറുണ്ട്. അപ്പം ഒരു 2-3 സോങ്സ് പാടിക്കണമെന്ന് ഭയങ്കര റിക്വസ്റ്റ് ഉണ്ട്. അത് പാടിച്ചില്ലെങ്കിൽ പാടാതെ വിടാൻ പറ്റില്ല. ഫസ്റ്റ് നമുക്ക് ഹെയ് ബനാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കഥയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. തേരാ മേരാ ജീവൻ ഏതോ കാലക്കേടില്ലാണോ, ലോല വായോ പോകാം ലോകം കാണാൻ തേരാ പാര, ഞെട്ടി ഹൃദയം പൊട്ടി വഴിയും തെറ്റി വിടത്തി സിറ്റി നടുവിൽ ചുറ്റി നനനം തട്ടി വിടത്തി. ഏയ് ബനാനേ ഒരു പൂ തരാമോ, ഏയ് ബനാനേ ഒരു കായ് തരാമോ, പൂ കൊടുക്കാനതിനാൽ വരണ്ടേ, ആളിരുന്നാൽ കയ്യിൽ കായ് വരണ്ടേ. മന്ദാകിനി ഒന്നാകുമോ ചെന്താമരേ എന്താമരേ, മന്ദാകിനി ഒന്നാകുമോ ചെന്താമരേ എന്താമരേ. ഇതൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോ എങ്ങനെ ഇക്ക ഉണ്ടാവോ സ്റ്റുഡിയോയില്? ഉണ്ടാവാറുണ്ട്, മിക്കപ്പോഴും ഉണ്ടാവും. ചിലപ്പോ പുറത്തൊക്കെ എന്റെ ഫ്രണ്ട് ഉണ്ട് കിഷൻ, സ്റ്റുഡിയോ ഉണ്ട്. കിഷന് കിഷനാണ് എന്റെ എല്ലാ എല്ലാം ഈ പ്രൊഡക്ഷൻ മ്യൂസിക് സൈഡൊക്കെ എല്ലാം ഏറ്റവും ബെറ്റർ ആയിട്ട് നല്ല രസമായിട്ട് ചെയ്യുന്നതൊക്കെ കിഷനും കൂടിയാണ് അതിന്റെ പരിപാടി. എല്ലാ സോങ്ങിന്റെയും മിക്സിംഗ് എഞ്ചിനീയർ ആണ് കിഷൻ. ഭയങ്കര റീച്ചാണ് അങ്ങനെ ചെയ്തിടുന്ന കവർ സോങ്സിന് എല്ലാത്തിനും അല്ലേ. പക്ഷെ എനിക്ക് അതിനു മുന്നേ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഒരു അറബിക് സോങ്ങിന് നമ്മൾ മെൻഷൻ ചെയ്തായിരുന്നു സ്റ്റാർട്ടിങ്ങില്. അതും ഈ പ്രൊണൗൺസിയേഷൻ ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. അതൊക്കെ എങ്ങനെ ഇക്ക പഠിപ്പിച്ചെന്നാണോ? അത് അറബി വരുന്നത് ആക്ച്വലി മെയിൻ പോർഷൻ മാത്രമേ അറബിക്ക് വരുന്നുള്ളൂ. ഞാൻ പാടുന്ന ഹിന്ദിയല്ലേ, ഉറുദു ഞാൻ പാടുന്ന ഇവള് പാടുന്ന ആക്ച്വലി ഞാൻ പാടുന്ന അറബിക് വേർഷൻ ഞാനാ പാടുന്നത്. നാരിനാരി ഉദ്ദേശിച്ചത് റീലാണെങ്കിൽ നാരിനാരി അല്ല. സ്റ്റേജിൽ ഒരെണ്ണം പാടിയില്ലേ ഹബീബിയ? ഇല്ലടാ, ഞാൻ പാടിയിട്ടില്ല. ഞാൻ റീലിൽ അതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. من نظرة خدني في الأحساد وبنحنا سوا. അതാണ് ബേബി. അതും കൂടെ നാരി 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 മിൻ കമാനു നാരി നാരി قلبي غرالو من نظرة خدني في الأحساد وبنحنا سوا. حبيبي ده أجمل كلام بقوله قال عن الهوى. حبيبي ده من نظرة خدني في بنحنا سوا. حبيبي ده أجمل كلام بقوله قال عن الهوى. حبيبي ده जब से हुई मुलाकात जागो में सारे सारे रात. नारी 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 നാരി മിൻ കമാനു നാരി നാരി ഖൽബി ഖരാലു. നല്ല രസാക്കിയൊക്കെ എനിക്കിങ്ങനെ കൊറേ പാട്ട് പാടിക്കാൻ ആഗ്രഹമുണ്ട്. അതാണ് കിഷൻ. അതില് ഒരു മെയിൽ പാടുന്നുണ്ട്, അതാണ് കിഷൻ. ഞങ്ങൾ നേരത്തെ ഓ ആള് അതിൽ പാടിയിട്ടുണ്ട്. ഞാനും കിഷനും കൂടിയാണ് അത് പാടിയത്. മിക്സ് അത് പാടണോ? അത് പാടുന്നതാണ്. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുരക്കനവായി മാറിപ്പോ
പോയി. മണിവില്ലിൻ നിറമുണ്ടോ, മഞ്ഞോളം കുളിരുണ്ടോ, മൺവാസന ഇന്നിൻ നെഞ്ചിൽ പോയി. മണിവിൽ കുടി മഞ്ഞായി, മഞ്ഞിലകൾ മണ്ണിൽ പോയി. സൂപ്പർ, അടിപൊളി. ഇപ്പൊ ഇതിങ്ങനെ കവേഴ്സ് ഒക്കെ വൈറലാകുമ്പം കൊറേ ഇങ്ങനെ റെസ്പോൺസസ് ഒക്കെ വരാറില്ലേ? അങ്ങനെ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഭയങ്കര കൊറേ ഉണ്ടാവും, എന്നാലും ആളുടെയാണ് കവറുകൾ ഇറക്കാറ്. നമുക്ക് ഒറിജിനൽസ് ആണല്ലോ. കമന്റ്സ് ഒരുപാട് പേര് ഭയങ്കര അഭിപ്രായമൊക്കെ പറയാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ഇത്, അടുത്തത് ഇത് പാടണം അങ്ങനെയൊക്കെ റേറ്റിംഗ് ആണ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇന്ന സോങ് ഈ ചേച്ചിയുടെ വോയിസിൽ കേട്ടാല് എനിക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാവാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ റീൽസിന്റെ സെലക്ഷൻ എനിക്ക് തരാറുള്ളതൊക്കെയാണ് കേട്ടോ. നല്ല ഈ ബനാന ആയാലും ഇലുമിനാറ്റി ആയാലും, ഇലുമിനാറ്റി ഇത് നീ പാടിക്കോ എന്ന് പറഞ്ഞിരുന്ന ഇക്കൊക്കെയാണ്. മിനി മഹാറാണി എന്നാ നമുക്ക് മിനി മഹാറാണി അതിന്റെ ലിറിക്സ് പാടി നോക്കാം. बड़ी मोटर गाड़ी ले है, किलोमीटर रेडी ले है, गली गली चुट्टी टूम सिटी पाउडर केरी ले, मिनी कूपर पारूंगा है, सीनी सुपर स्टारूंगा, सेरी सेरी सुनालूं, वेरी वेरी लॉन्ग जर्नी, कोडी पगरेश्वरी मिनी महाराणिगळिदु वഴിയെ പൊരി പൊരി വെയിലേ, നനനനനകൾ പല റീലുകളീ കഥ എഴുതിയതാ. പറഞ്ഞ സജഷൻസ് അടിപൊളി. പക്ഷെ പറഞ്ഞ സജഷൻസിനൊക്കെ റിസൾട്ട് കിട്ടുന്നുണ്ട് എന്തായാലും. താങ്ക് യു മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഒരെണ്ണം കൂടി ചോദിക്കും. ഇപ്പം ഐഡിയ സ്റ്റാർ സിംഗറിൽ പോയി പങ്കെടുത്തു, അതിലും അടിപൊളി കുറെ ഫാൻസും നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ പറ്റും, ഒരുപാട് നല്ല സോങ്സ് ഒക്കെ പാടി വീണ്ടും ആ സ്റ്റേജിലേക്ക് പോയപ്പോ ഒരു ജൂറി ആയിട്ടൊക്കെ പോയപ്പോ എന്തായിരുന്നു ആ ഒരു ഫീല്? അത് ഭയങ്കര ഒരു ഫീൽ തന്നെയായിരുന്നു. ഹോംലി ഫീൽ ആണോ? ഹോംലി, പ്രൗഡ്, പ്രൗഡ് ഉണ്ടായി. കോമഡി അല്ല ഹോംലി, അത് മനസ്സിലായി. ബാക്ക് ടു ഹോം എന്നൊക്കെ പറയും. അതെ, ഓക്കെ, ഞാൻ പറയാം. സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന വേദി അവിടെ നിന്നാണ് എൻ്റെ ടേണിംഗ് പോയിന്റ്. ശരിക്കും ഒരു വേറൊരു രീതിയിലേക്ക് മാറിയ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു സ്റ്റാർ സിംഗർ. സീസൺ 4 ഞാൻ. അപ്പം അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇത്രയും ആ ഒരു പ്രായത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണേക്കാളും മുന്നേ നമുക്ക് ഇത്രയും വലിയൊരു സ്റ്റേജ് കിട്ടി. ഞാൻ ആഗ്രഹിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാം ആ ഒരു പ്രായത്തിലെല്ലാം കിട്ടി. ഇപ്പൊ നമ്മുടെ ജൂറി എന്നൊക്കെ പറയുന്ന MG സാർ, ചിത്ര ചേച്ചി, ശരത് സാർ, നാലോചിച്ചു. അപ്പൊ അത്രയും വലിയൊരു പാനലാണ് മുന്നിലിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇതില് ഒരുപാട് നല്ല മൊമെന്റ്സും പേടിയും, എന്താ പറയാ, നമ്മളെപ്പോഴും നമുക്ക് പാടുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും. നമ്മൾ വിചാരിക്കുന്നതിന്റെ ഒരു 50% സ്റ്റേജിൽ വരുള്ളൂ. സന്തോഷം ഉണ്ടെങ്കിലും ഭയങ്കര ഒരു വേറൊരു ഫീല് തരുന്ന ഒരു വേദിയാണത്. അപ്പൊ അതിലേക്ക് പിന്നെയും ഞാൻ ഭയങ്കര കൂളായിട്ടാണല്ലോ പോയത്. ജൂറി ആയിട്ട് പോകുമ്പോ നമുക്ക് ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ടെൻഷൻ അടിച്ച് ഇവിടെ പാടുണ്ടല്ലോ, ഈ വേദി ആസ്വദിച്ച് റിലാക്സ് ചെയ്ത് ഇവിടെ ഇരിക്കാലോ, അങ്ങനെ ഒരു സന്തോഷവും. പിന്നെ സെയിം ചിത്ര ചേച്ചി തന്നെ അവിടെ ഇരിക്കണം. അപ്പൊ ചേച്ചീനെ കാണുമ്പോൾ ഒരു സന്തോഷം, അങ്ങനെ എന്താ പറയാ, 15 കൊല്ലത്തിന് ശേഷമാണ് ചേച്ചീനെ പ്രോഗ്രാമിലൊക്കെ കാണാറുണ്ട്. ആ വേദിയിൽ ഇരുന്നിട്ട് നമ്മള് ചേച്ചിനെ കാണുമ്പോൾ എനിക്ക് ചേച്ചി അവിടുത്തെ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരും, ചേച്ചി ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചല്ലേ. ആക്ച്വലി ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു എന്താ പറയാ, ഞങ്ങളുടെ അടുത്തല്ല ചേച്ചി ആദ്യമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ നമ്മള് മാറി വേറെ കുട്ടികളൊക്കെ വന്നില്ലേ, അങ്ങനെയുള്ള ഒരു സംഭവം എനിക്ക് തോന്നാറുണ്ട്. ശരി, അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വന്നു ഇതുവരെ, ഇനി അങ്ങോട്ട് അടിപൊളിയായിട്ട് പോട്ടെ. അപ്പോ താങ്ക് യു സോ മച്ച്. കാരണം ബേബി ഇവിടെ അവള് ആക്ച്വലി എനിക്ക് വിശന്നിട്ട് അവളിങ്ങനെ സഹിച്ചിരിക്കുക. കാരണം ഇത്രയും ക്ഷമമുള്ള ഒരു കുട്ടിയെ ഞാൻ എന്റെ ഇന്റർവ്യൂ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ
ഒരുപാട് സന്തോഷം. കുറേ നാൾക്ക് ശേഷം, കുറേ ട്രൈക്ക് ശേഷം അവസാനം ഞങ്ങളുടെ ട്രൈ വിജയിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എല്ലാം അടിപൊളിയാവട്ടെ, എല്ലാവിധ ആശംസകളും. ഇപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇല്ലുമിന ഇല്ലുമിനാറ്റും കൂടി പാടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശരി. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ടനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് നില്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും சொல்லு ഇവനെ തൊഴുവാനായെന്നും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും വണ്ടർ വേൾഡ് ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഓൾ ദ ബെസ്റ്റ്. എല്ലാം അടിപൊളി. താങ്ക് യു മസ്താനി, താങ്ക് യു സോ മച്ച്. അല്ലേ അടിപൊളിയായിരുന്നല്ലേ മസ്താനി? മസ്താനി സമയം കുറവുള്ളത് നന്നായി. നന്നായി. ഓക്കെ, താങ്ക് യു. ശരി, ബൈ. ഓക്കെ.